ഹായ് മക്കളുമാരെ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? കൂട്ടുമാങ്ങ ഇടാൻ പോവാണേ. ഇപ്പൊ മാങ്ങയുടെ സീസൺ നോക്കിയാ പപ്പ ഇത്രയും മാങ്ങയാണ് കൊണ്ടുതന്നെ കണ്ടോ. അപ്പൊ ഇനി ഇത് ഇവിടെ നിന്ന് കേടാവണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ കുറച്ച് കൂട്ടുമാങ്ങ ഇട്ട് വെച്ചാലേ കുറെ നാളിരിക്കുമല്ലേ. അപ്പം ഞാൻ ഇടാൻ പോവാ. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വാ, കണ്ട ഇത്രയും മാങ്ങയുണ്ട്. അതിനെ നമുക്ക് ഇതിന്റെ തൊലിയൊന്നും ഞാൻ ചെത്തത്തില്ല. അതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട്, വിളഞ്ഞ മാങ്ങയാണ് കേട്ടാ. ഇതിന് കൂട്ടുമാങ്ങ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ അളവിലായിരിക്കണം. ഒരുപാട് വീതി വരാൻ പാടില്ല. ഇത്തിരി വിളഞ്ഞ മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കിയേ, ഇതാണ് അളവ് കണ്ട. ഇതേ അളവിലാണ് അരിയേണ്ടത് കണ്ട. അപ്പൊ ഞാൻ ഇതൊക്കെ അരിയട്ടെ, അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ മാങ്ങ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു. 9 മാങ്ങ ഉണ്ടായിരുന്നു. ചെറിയ മാങ്ങയാണ്, വലിയ മാങ്ങയല്ല ഇത്. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല. വാ, അപ്പൊ നമുക്ക് കൂട്ടുമാങ്ങ അച്ചാർ ഇടാനായിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ച്, ഇത് കട്ടിയുള്ളൊരു പാനാണ് വെച്ചേക്കുന്നത്. എന്താണെന്നറിയാമോ? കട്ടിയുള്ള പാനാണെന്നുണ്ടെങ്കിൽ ഒരേ ഭാഗത്തിന് നമ്മൾ എന്ത് മൂപ്പിക്കാൻ ഇട്ടാലും ഒരേ ഭാഗത്തിന് പാൻ ചൂടാകുമ്പോൾ അതിനകത്തോട്ട് ഞാൻ 9 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 9 മാങ്ങയാണ്. താട്ടെ ഈ ഇതിൻ്റെ അടപ്പ് വേണ്ട. ഇതിൻ്റെ അടപ്പിന് ഇത്രയും കടു ഞാൻ ഇടുന്നുണ്ട്. കടു പൊട്ടിക്കുന്ന അതോടൊപ്പം ഇട്ടില്ല, അത് ചൂടാകട്ടെ. അതേപോലെ ഇതിനൊരു അരപ്പാത്രം ഉലുവ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഉലുവ മൂപ്പിച്ചതൊക്കെ ഇരിപ്പുണ്ട്, പൊടിച്ചതിരിപ്പുണ്ട്. എന്നാലും ഞാൻ ഇതിടുവാണ്. നമ്മുടെ പാൻ ചൂടായി. എണ്ണ ഒന്നും ഒഴിക്കണ്ട കേട്ടോ. പൊട്ടുന്ന വേണ്ട. നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എല്ലാം പൊട്ടുന്ന വേണ്ട. ഇത്ര മതി. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇതിനെ ഇടാം. ഇതിനകത്തോട്ട് ഇടാം. ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്ത് ചൂടാക്കേണ്ടത് നമ്മുടെ കറിവേപ്പില. നമുക്ക് കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഞാനിവിടെ 4 തണ്ട് വലിയ കറിവേപ്പിലയാണ്. നല്ല വലിയ ഇത് നന്നായിട്ട് കഴുകി ഞാൻ വെച്ചിരിക്കുന്നതാണ്. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിന് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കൊന്നും വേണ്ട. വെളിച്ചെണ്ണ അല്ല, നമ്മൾ എന്ത് എണ്ണയാണോ ചേർക്കുന്നത് ആ എണ്ണ ഒഴിക്കൊന്നും വേണ്ട ഇതിന്. ഇത് മൂക്കും. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. കറിവേപ്പില അല്ലെങ്കിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനകത്ത് കൂട്ട് പൊടിച്ചാണ് ചേർക്കുന്നത്. നമ്മുടെ കറിവേപ്പില ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പാനങ്ങ് മാറ്റിയിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള കായം ഒക്കെ വറക്കണം. കായം വറക്കണം. നമ്മുടെ ഇതിനകത്തിടുന്ന മുളക് വറക്കണം. നമ്മുടെ ചീനച്ചട്ടി ചൂടായേ. ഇനി നമുക്ക് ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതെന്താണ് അറിയാം? കണ്ടോ, നല്ലെണ്ണയാണ്. നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇച്ചിരി എണ്ണ കൂടുതൽ ഒഴിക്കാം, കാരണം നമുക്ക് 9 മാങ്ങ ഉണ്ടല്ലോ. കണ്ടോ, ഇനി ഞാൻ ഇത് ഇടാൻ പോകുന്നത് കട്ടിക്കായമാണേ. കായം അച്ചാറിന് ഇച്ചിരി കായം നല്ലതാണ്. അതുകൊണ്ട് ഞാൻ കട്ടിക്കായം ഇച്ചിരി അധികത്തിലിടുകയാണ്. കായത്തിൻ്റെ ഫ്ലേവർ നല്ലതാണ്. അച്ചാറിന് കായത്തിൻ്റെ ഫ്ലേവറും ഫ്രണ്ടിൽ നിന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. മൂക്കട്ടെ, മൂത്തിട്ട് എടുക്കാം. നമ്മുടെ കായം ആയിട്ടുണ്ടേ. കായത്തെ നമുക്ക് പൊടിക്കുന്നതിൽ കോരി വെക്കാം. ഇനി നമുക്ക് വേണ്ട ഇത്രയും മുളകുണ്ട്. ഇത് ഞാൻ കഴുകി ഉണങ്ങി വെച്ചിരിക്കുന്ന മുളകാണ് കേട്ടോ. തണ്ട് ഒന്നും ഇനിയിപ്പോൾ പറിക്കാൻ സമയമില്ല. ഇത് കുഴപ്പമില്ല. തണ്ട് ഇത് എണ്ണ ചൂടായി നിൽക്കുന്നതായതുകൊണ്ടേ ഒന്നും കുഴപ്പമില്ല. കറുത്ത കളറിൽ വരണം കേട്ടോ. അതാണ് അതിന് നല്ലത്. മതി കേട്ടോ. ഇനി പോരാ നമുക്ക് തന്നെ ഈ ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ മാങ്ങ ഇടാൻ പോവാണ്.
ഈ മാങ്ങ ഇതിലിട്ട് ഇത് ഇളക്കുന്നതാണ് ഇതിലെ ഹൈലൈറ്റ്. കൂട്ടുമാങ്ങയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നതും അതാണ്. ഇത് കുറച്ച് നേരം ഈ എണ്ണ കിടണം. ഇത് ചൂടെണ്ണയാണല്ലോ. അപ്പോൾ ആ എണ്ണയിൽ ഇതൊന്ന് വാടി വരും. ഇത് വാടി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപ്പൊക്കെ ഇടത്തുള്ളൂ. ഇപ്പോൾ ഉപ്പിട്ടാൽ അതിനകത്ത് പറ്റുമെന്ന് അറിയാമോ? ഇതങ്ങ് കുഴഞ്ഞു. ഇത് 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇതാകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വറുത്ത് കോരിയില്ലേ, എന്തോന്നാ മുളകും കായവും നമ്മുടെ ഉലുവയും കടുവൊക്കെ വറുത്തില്ലേ, അതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. അത് ഒരുപാടങ്ങ് പൊടിയൊന്നും വേണ്ട. കണ്ട നമ്മുടെ കായം, കണ്ട കറിവേപ്പില, ഉലുവ, കടുക് നമ്മൾ വറുത്ത് കോരിയത്, പിന്നെ നമ്മുടെ ഇത് മുളക്. തണുത്തോ നോക്കട്ടെ. തണുത്ത്. ഓക്കെ, അതിനെ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം. അതിനെ പൊടിക്കാം. കണ്ടോ കൂട്ടുമാങ്ങയുടെ പാകം എന്ന് പറയുന്നത് കണ്ടോ, ഇതാണ് കൂട്ടുമാങ്ങയുടെ ഇത് ആയി വരുന്നത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ഇത്ര മാങ്ങ കിട്ടും. ഞാനൊരു 3/4 ടീസ്പൂണ്, ഈ സ്പൂണാണേ, ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇടണം. 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്. ഈ സ്പൂണിനാണേ. ഇത്രയും മതി. വേണമെങ്കിൽ പിന്നെ നമുക്കിടാം. കണ്ട. പിന്നെ ഇതാ ഈ മാങ്ങയിലേ നമ്മൾ ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കണ്ടോ. ഇനി ഈ മാങ്ങ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ ഈ മാങ്ങ വെള്ളം ഒഴിക്കൊന്നും വേണ്ട. ഉപ്പിടുമ്പോൾ ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ ഇതിനകത്ത് സ്വല്പം ഇറങ്ങി. ഓക്കെ, ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നിടാം. ഇത്രയായാൽ മതി. ഇനി നമ്മുടെ മുളക് പൊടിച്ചുകൊണ്ട് വന്നാണ്ടോ, ഇത്രയും പൊടിഞ്ഞാൽ മതി. ഒരുപാട് അങ്ങ് പൊടിയണ്ട. ഇനി നമുക്കിതിനെ ഇത് കോരിയിടാം. ഇത്ര ഇളക്കി നോക്കാം. എന്നിട്ട് പിന്നിടാം. കുറച്ചുകൂടെ വേണം അല്ലേ പൊടി? കുറച്ചും കൂടെ ഇടാം. നമുക്ക് എന്തെങ്കിലും പൊടി അത്ര ഇടാം. അത്രയും മാങ്ങ കൊടുക്കണ്ട. അത്രയും മാങ്ങയില്ല. തട്ടിയിടും. നമ്മുടെ ഉലുവയും കായവും പിന്നെ കടുകും എല്ലാം കൂടെ പൊടിച്ചതായിരുന്നല്ലോ. കടുകൊന്നും അത് നമ്മൾ ഉലുവയും കായൊക്കെ നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെയാണ് പൊടിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല ഫ്ലേവറായിരിക്കും. ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റ് ആയിരിക്കും. കായ കണ്ടോ, അത് ആയി വരുമ്പം തന്നെ എൻ്റെ ആ മണം കണ്ടോ. കറിവേപ്പിലയും ഞാൻ കൂടെ. ഇനി നമുക്കൊരു 2 സ്പൂണ്, ഇത്രയും മാങ്ങയില്ലേ, ഇതുണ്ടേ, നമുക്കൊരു 2 സ്പൂണ് എണ്ണ ചൂടാക്കി അങ്ങ് ഒഴിക്കാം. ഇത്ര ആയാൽ മതി. ഇതിനെ ഞാൻ ഗ്യാസ് ഓഫാക്കുന്നു കേട്ടോ. ഇനി ഇത് ആ ചൂടിലിരുന്നായാൽ മതി. കുറച്ച് നല്ലെണ്ണ ഇതിനകത്ത് ചൂടാക്കി ഇച്ചിരി തണുത്തിട്ട് ഒഴിക്കാൻ വേണ്ടി. അത്രയും മാങ്ങയില്ലേ, അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. നന്നായിട്ടൊന്ന് ചൂടായിട്ട് ഇച്ചിരി തണുത്തതിന് ശേഷമാണ് ഒഴിക്കുന്നത്. ചൂടാവട്ടെ. ഇത്രയും ചൂടായാൽ മതി. ഇതിന് തണുക്കട്ടെ. തണുത്ത് നമുക്ക് എണ്ണ ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. തിളച്ചെണ്ണ എടുത്ത് ഒഴിക്കരുതെന്നേ ഉള്ളൂ. അത് കുറച്ചൊന്ന് തണുത്തിട്ട്. ഇനി നമ്മളിത് എടുക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കേണ്ട കാര്യം, നനഞ്ഞ സ്പൂണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ നമ്മൾ ഉണങ്ങിയ സ്പൂൺ എടുത്ത് ഇട്ടാൽ എത്ര നാൾ വേണമെങ്കിലും ഇതിരിക്കും. ഇത് നമ്മൾ വിനീഗർ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ, വെള്ളത്തിൻ്റെ ഇതെല്ലാം ഞാൻ വറ്റിച്ചിട്ടാണ്, മാങ്ങ വഴറ്റിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അടിപൊളിയാണ്. നാളെ രാവിലെയൊക്കെ ആകുമ്പോൾ സൂപ്പറായിരിക്കും. ഇപ്പോഴേ നല്ല സൂപ്പറായി. നോക്കട്ടെ, പീസ് എടുത്ത്. സൂപ്പറായിട്ട് ഇപ്പോഴേ സൂപ്പർ. നാളെ ആവുമ്പോൾ അടിപൊളിയാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.